നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനവും കരിയറും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ അതേ ബന്ധം തന്നെ നിങ്ങൾക്ക് വേദന തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ഒരാളോട് ആകർഷണം തോന്നി, നിങ്ങൾ അദ്ദേഹത്തെ വിവാഹം ചെയ്തു, വിവാഹത്തിന് ശേഷം പഠിക്കാം എന്നുള്ളൊരു തോട്ടിലാണ് അതിലേക്ക് കടന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളായി, വീട്ടുകാരുടെ ഉത്തരവാദിത്തങ്ങളായി, അങ്ങനെ ഈ ബഹളത്തിനിടയിൽ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം വന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിങ്ങളായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് നോക്കി. ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷേ അതേ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ വേദന തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് പോയിട്ടുണ്ടാകും, അറ്റ്ലീസ്റ്റ് എനിക്കൊരു വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുമായിരുന്നു എങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ സഹിച്ച് നിസ്സഹായാവസ്ഥയോടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും വൈകിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഏജ് എത്രയോ ആയിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അതൊന്നുമല്ല നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിലെ തടസ്സം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ ബ്ലോക്സാണ്, കുറേ ചിന്തകളാണ്. അത് തന്നെയാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾക്ക് അത് തുടങ്ങാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ ഫാമിലിയും കൂടെ ഹെൽപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു ബ്ലോക്ക് മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ മറന്നുപോയ, നിങ്ങൾ എവിടെയോ മാറ്റി വെച്ചിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പാഷനും അതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് മീ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഏത് സമയത്തും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്.